Hello Makalai, welcome to the channel. Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me, my husband Vasu. வணக்கம். ஓகே, பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ பார்ட் 2க்குள்ள போயிடலாம். Mr. Jimmy, you might remember Mary was a state of Kerala. അതിൽ ഡിവിഷൻ ബെഞ്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഒരു എക്സ്പീരിയൻസ്ഡ് നാർക്കോട്ടിക് ഓഫീസർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ. നിങ്ങൾ പ്രതികളെ മർദ്ദിക്കാറുണ്ടെന്നും സൽസ്വഭാവിയും മാന്യനും നിരപരാധിയും സത്യസന്ധനുമായ എന്റെ കക്ഷിയെ മർദ്ദിച്ചാണ് കുറ്റം സമ്മതിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഞാൻ പ്രതികളെ മർദ്ദിക്കാറില്ല. ஓ, மார்க்கும் உள்ளது. இதுமே நிறைய பேர் ட்ரிக்ஸ் யூஸ் பண்ணுவாங்க. கையால் அடிச்சுனா ரெட் கலர்ல அந்த செவந்துரும்ல, எல்லாம் உள்ளடியா தான் விழுறது. ஒரு ஐயோ ஜோஜோ, வாயை பத்தி எடுக்கிறேன். அவங்க பேசும்போது மட்டும் தான் சிரிக்கிறாரு. ഹലോ, ഞാൻ ആർട്ടിക്കൽ ഡിവൈഎസ്പി ഷാജഹാൻ. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സാറേ, ഞാൻ ഇവിടെ മാവേലിക്കര സാറിനെ കീഴിൽ പ്രൊബേഷൻ വന്നിട്ടുണ്ട്. ആ, നീയായിരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നന്നായി പോകുന്നു സാർ. അവിടെ ഇപ്പോൾ ആരാണ് സി ഐ? മനോജ് മാത്യു ആണ് സാർ. ആണോ? എനിക്ക് അത്രയും പരിചയമില്ല. ഇവിടെ ഒരു 10-40 കേസിൽ ആർട്ടിക്കൽ മേഴ്സി കൊലക്കേസിലും മൊട്ടമൂട് രാജൻ കൊലക്കേസിലും ഒക്കെ പ്രതിയാണ്. സ്നാച്ചിങ്ങും കൊട്ടേഷനും ഒക്കെ ഉണ്ട് അവന്. അവന് നിന്റെ സ്റ്റേഷൻ ലിമിറ്റിൽ വന്നു പോയെന്നൊരു ഇൻഫർമേഷൻ. പിന്നെ അവനാളെ ഡേഞ്ചറസ് ആണ്. കോടതി വളപ്പിൽ ഒരു പോലീസുകാരനെ കുത്തിയ കേസിലും അവൻ പ്രതിയാണ്. ഞാനും തപ്പാ സാറേ. സാറേ, അവൻ്റെ എന്തെങ്കിലും നമ്പറോ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാവോ? இவன் தான் கடைசியில் குத்துறது. இவன் தானே அது? ஓ, இப்பதான் എനിക്ക് എന്നെ പരിചയം. ஒரு மாசத்துக்கு முன்னாடி சொல்லி போன கதை இப்பதான் வருதா? കൊച്ചിക്കാരനാണ് സാറേ. പണ്ട് ചെറുപ്പത്തിൽ നാട് വിട്ടു പോയി തിരുവനന്തപുരത്ത് സെറ്റിലായതാണ്. ഇടയ്ക്ക് കൊച്ചിയിൽ വന്ന് പണിയൊക്കെ അടുത്ത് തിരിച്ചു പോകുന്നുള്ള സീനാണ്. എടാ, ഇവിടെ നമുക്കൊന്നും എടുക്കണോ? നമ്മളെ ഇട്ടെന്ന് അറിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് വല കയറി സാറേ. നിന്റെ കുഴപ്പമുണ്ടാവില്ലടാ. സാറ് ചോക്കാനുള്ള മൂടാണെങ്കിൽ നമ്മൾ പിള്ളേരെ വെച്ച് കറക്റ്റ് ചെയ്തെന്നുള്ള സാറേ. നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? 12 വയസ്സുണ്ട് സാർ. സാറെന്ന് പറഞ്ഞതിന് ശേഷം നമ്മ സീനൊന്നും ഉണ്ടാക്കാണ്ട് അടങ്ങി ഒങ്ങി കിടക്കാണ് സാറേ. அவங்க இஷ்டப்படி நீயாச்சு நானாச்சு. இவர் தான் அந்த குளிக்கிற சீனா இல்லையா? ஷுஷுன்னு கூப்பிடுவாருன்னு சொன்னாங்கல்ல. அவனை தான் உள்ள வச்சு எடுத்தாங்கல்ல. 2 பேர் அதுல ஒரு. ஓ, സവാരി കിരികിരി. നമ്മള് കൊറേ കണ്ടിട്ടുണ്ട് പോലീസിനെ. എന്തോ ചവിട്ടി വണ്ടി കേട്ടാ സാറേ, 2 അറ്റാക്ക് കഴിഞ്ഞ കക്ഷിയാ. തൊട്ടാ തലയിലാവും. അതുകൊണ്ടാ ഞങ്ങൾ ആരും ചെല്ലാത്ത. റിസ്ക് എടുക്കണോ? തലയിലാവും. കസ്റ്റഡി മരണം. വേണ്ട വേണ്ട വേണ്ട. അവന് വേറൊരു മരുന്ന്. 3-ാം മുറ പ്രയോഗിച്ചോ? 3-ാം മുറ. என்ன பண்ண போறாரு? ആ ചോറിനങ്ങ് കുറച്ചടാ. എടാ, എനിക്കൊരു ഷഡ്ഡിയിട്ട് നടന്നോളൂ. ഈ സ്ത്രീകളും ആൾക്കാരൊക്കെ പോകുന്ന വഴിക്കണോ നടന്നിട്ട് അടിയിട്ട് മാറും സാർ. എന്റെ സുഖം സാർ സല്ലിക്കോ. സാറിന്റെ സന്തോഷം എന്റെ സന്തോഷം. എന്തിനാ പോലീസാ കണ്ടോ? அடிக்கிற செடிப்பா. എന്തൊക്കെയായിരുന്നു അവന്റെ അംഗം? கையை வேற லாக் பண்ணிட்டாரு. இதெல்லாம் நியூசன்ஸ் தான். സാറേ, ചൊറിയണേ സാറേ. ചൊറിച്ചിൽ മാറ്റി തരാടാ. അയ്യോ സാറേ, ഭയങ്കര ചൊറിച്ചിലാണ് സാറേ. சிரிக்கிறான்பா. സാറേ, ഭയങ്കര ചൊറിച്ചിൽ സാറേ. കുതിരകളി குதிரையடி. അവനാ ശരിയല്ലേ? സാറേ, ചൊറിയണ സാറേ. വേഗം ചെയ്യ സാറേ. മാന്തി കൊള്ളി സാറേ. നടത്തും. எல்லாத்துக்கும் காமிச்சு காமிச்சு நியூசன்ஸ் பண்ணிருந்தாருல, அதான் பிடிச்சி பண்ணிட்டு. സാറേ, ഇതൊന്നും വേഗം ചെയ്യ സാറേ. മാന്തി കൊള്ളി സാറേ. അയ്യോ ഉണ്ടായില്ല. ഇത് എന്നത്? നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ഷേർലി എന്നാണ് സാറേ. ഷെർലി ഇരിക്കും. കുമാർ. ഇവനാരാണ് കുമാർ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ്? ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കണേണ്. അയാൾ ഇന്ന് തന്നെ വഴിയിൽ വെച്ചിട്ട് ഒറ്റ അടി അടിച്ചേക്കണത്. അവൻ വെറുതെ നിങ്ങളുടെ മുഖത്തടിച്ചാ? വെറുതെ അടിച്ചേക്കണം. നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? ഇതിന് പോലെ പരിചയം ഉണ്ടോ? ഇല്ല, ഒരു ബന്ധവുമില്ല. ഓട്ടോയിൽ കയറാറുണ്ടായിരുന്നു പണ്ട്.
ഇപ്പൊ കുറച്ചായിട്ട് കേറണില്ല, അതിന്റെ കലി തീർക്കണേണ്. എടാ അവൻ വന്നണ്ടാ അവനെ വിളിക്ക്. സാറേ അവനെ കൊണ്ട് മാറിക്കട. എന്താണ് നിന്റെ പേര്? കുമാർ. വെറും കുമാറാണോ? വെറും കുമാർ സാർ. നീ ഇവിടെ തല്ലിയോ? തല്ലി സാർ. അതുകൊള്ളാം, നല്ല മറുപടി. എന്തിനാണ് നീ തല്ലിയത്? ദേഷ്യം വന്നിട്ടാണ് സാർ. എന്തിനാണാവോ നിനക്ക് ദേഷ്യം വന്നത്? വിളിച്ചിട്ട് എടുത്തില്ല. വിളിച്ചിട്ടില്ലെങ്കിൽ തല്ലാൻ മാത്രം നിങ്ങൾ എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധുവില്ല സാറേ, ഞാൻ കല്യാണം കഴിച്ച് ഭർത്താവും പിള്ളേരുള്ളതാണ്. നിങ്ങളൊന്ന് പുറത്തേക്ക് തന്നെ, എനിക്കിവിടെ കുറച്ച് സംസാരിക്കാനുണ്ട്. അവനെ പാവமா இருக்கான். അവൻ്റെ ഒരു സ്റ്റൈൽ ഇതൊക്കെ നോക്കി സാറ്. നീ എന്തിനാണ് അവിടെ തല്ലിയത്? വേറാളുടെ ഓട്ടോക്കകത്ത് കയറി പോണോണ്ടപ്പോൾ സങ്കടം സഹിച്ചില്ല. നിനക്ക് എന്ത് പ്രായമുണ്ട്? 16-ാം തീയതി വരുമ്പോൾ 46. 46-ാമത്തെ വയസ്സിലെ പ്രണയം. നിനക്കേ 2 കാര്യത്തിനാണ് തല്ല് തരേണ്ടത്. 1, ആ സ്ത്രീയെ പരസ്യമായി നീ കർണത്തടിച്ചു. 2, ഇതേപോലൊരു സാധനത്തിന് നീ പ്രേമിച്ചു അല്ലടാ. നിനക്ക് നീ വേറെ വല്ലതും പറയണ്ടോടാ? ആ പെണ്ണുമുളെ കണ്ട് വിളി. അവങ്ങളെ വിട്ട് അടിக்க പോறாரு. അതെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുള്ളിക്കെതിരെ ഒരു കേസ് എടുക്കട്ടെ? കേസൊന്നും വേണ്ട സാറേ. അല്ല, നിങ്ങളൊരു പരാതി എന്ന സ്ഥിതിക്ക് എന്താണ് ചെയ്യേണ്ടത്? അയാൾ എന്നെ ഉപദ്രവിക്കാതിരുന്നാ മതി. കേട്ടല്ലോ, ഇവര് കേസൊന്നും വേണ്ടെന്നാണ് പറയണത്. പക്ഷെ നീ ഇവരെ തല്ലിയ സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു സമ്മാനം. സാറേ ഞാൻ അവൾക്ക് ചെലവിന് കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ വീട്ടിലേക്ക് വേണ്ട അരിയും വെളിച്ചെണ്ണയും പയറും പരിപ്പും പപ്പടം ഒക്കെ ഞാൻ വാങ്ങിക്കും. അതെന്തിനാണ് സാറേ? എന്റെ കെട്ടിയോൻ ചത്തിട്ടില്ലല്ലോ. കെട്ടിക്കാരാളുടെ മോളുള്ളതാണ് എനിക്ക്. അവള് പറയണത് അറിയാമോ? മമ്മി കാരണം അവളുടെ ജീവിതം തൊലയരുതെന്ന്. മമ്മീന്നാണ് മോള് വിളിക്കണേ. ആ, അത് തന്നെയല്ലേ സാറേ, ഞാൻ ഈ ദുഷ്ടനോട് 1000 തവണ പറഞ്ഞതാണ് നിർത്താം, നമുക്ക് നിർത്താം, ഈ വിളിയും ചിരിയും ഒക്കെ നിർത്താന്ന് പറഞ്ഞതാണ്. ഇതൊന്നും ഒഴിഞ്ഞു പോവണ്ടേ സാറേ? അപ്പൊ വിളിയും ചിരിയൊക്കെ ഉണ്ട് സാറേ, വെറുതെ വന്നിനെ തല്ലേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ സാറേ, ഈ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒഴിവാക്കി താ സാറേ. കേട്ടല്ലോ, അവൾക്ക് ഇനി നിന്നെ വേണ്ട. ഇനി ഇവളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയെന്ന് ഉപദ്രവിച്ചതെങ്ങാനും ഞാൻ അറിഞ്ഞാ? ഇല്ല, ഞാൻ സാറ് പറഞ്ഞ അവളെ മറക്കാം. സാറ് അവളോട് പറഞ്ഞേക്കണം എന്നെ ഓർക്കരുതെന്ന്. മിനി, ഇവനെ പേപ്പറിൽ എഴുതി മേടിക്കും, ഇവളെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞോണ്ട്. അവന്റെ നമ്പർ എഴുതിയത്. നമ്പർ പറ. 944714 4698. അയ്യോ സാറേ, അതെന്റെ നമ്പറാണ്. നിന്റെ നമ്പർ വേണ്ട. സാറിന്റെ നമ്പർ ഇതാ, ഞാൻ മിസ് കോൾ അടിക്കും. പിന്നെ എന്താ ചെയ്യണ്ടേ സാറ്? ഒന്ന് വിളിച്ചോണ്ട് പോടോ. പിന്നെ നമ്പർ പഠിപ്പിച്ചാൽ നടക്കും. എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം, നീ എന്റെ കരളല്ലേ. அவனுக்கு செடி பத்துல நினைக்கிறேன். മയക്കം കൊള്ളുമ്പോൾ നീ ലോകനവാകെ. എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം, നീ എന്റെ കരളല്ലേ. നിനക്കെന്നെ ഇറക്കണോടാ. இருக்கிற பிரச்சனை இந்த மாதிரி சின்ன சின்ன கேஸ்ல வந்து என்ன டென்ஷன் ஆகல. நியூசன்ஸ் கேஸ். എന്താടാ, എങ്ങനെയുണ്ട് നിന്റെ ചൊറിച്ചില്? വല്ലാത്ത ചൊറിഞ്ഞില്ലേ സാറേ, ചൊറിഞ്ഞു വല്ലാത്ത പോകച്ചില് സാറേ, പരലോകം കണ്ടു സാറേ. നീ ഇനി ഷഡ്ഡിയിടാണ് പുറത്തിറങ്ങൂടാ. ഷട്ടിയില്ലാതെ എൻ്റെ ആയുസിൽ ഞാൻ ഇനി പുറത്തിറങ്ങൂല സാറേ. 2 ഷട്ടിയെങ്കിലും ഇട്ടുകൊണ്ടേ ഞാൻ പുറത്തിറങ്ങുള്ളൂ സാറേ. ഇവിടുന്ന് പുറത്തിറക്കി. പിന്നെ ചെറിയൊരു മരുന്നും കൂടി ഉണ്ട് സാറേ. അയ്യോ മോളോട്. നീ വലിയ പാട്ടുകാരനാണല്ലേ? ഇനി ഞാൻ പാടില്ല സാറേ. നീ പാടണം. നീ നേരത്തെ പാടിയ പാട്ടൊന്ന് പാടിക്കേ സാറേ. ഇതൊന്നും അടിക്കാൻ പറഞ്ഞു സാർ. എന്തിനാ? പൊട്ടിപ്പാടാം സാർ. പൊട്ടിപ്പാട്. മിനി ഒന്ന് അയച്ചു കൊടുത്ത്. அவர் வந்துட்டு அந்த மேளம் தட்டிட்டு தான் பாடுவாரோ. കല്ലടാ അങ്ങോട്ട്. സാറേ ഒന്ന് ഇരുന്നോട്ടെ സാറേ. സാറേ ചായ. സാറെന്താ ഇവിടെ ഇരിക്കണം? ചുമ്മാ നീ എവിടെ ഇരി. വേണ്ട സാർ. ആ, നീയും പാട്ടുകാരനല്ലേ, ഇരിക്കടാ. തുടങ്ങിക്കോ. யார் பா? മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം நல்லாதான் பாடுறாரு. ഞാൻ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. താനേ തന്നേ താനേ തന്നേ குஷியாயிட்டு இருப்பா. തന്നേ താനേ തന്നേ. அங்க பாரு, அவர் வந்து அங்க தட்டிட்டு இருக்காரு. யாரு? அங்க ஒரு கான்ஸ்டபிள் தட்டிட்டு இருக்காரு பாரு. பாக்கல. കാതോട് കാതോരം കഥകൾ പറയാം. മുത്തേ பொண்ணே പിണങ്ങല്ലേ, நல்லா இருக்கே. பொண்ணு இனங்கள். താനേ തന്നേ തന്നാനേ താനേ இவர் டக்குன்னு கேட்ச் பண்ணிடுறாரு எல்லாத்தோட ப்ரோஸ் அண்ட் கான்ஸ். മിനി, ഇവനെ പിടിച്ച സെല്ലിട്ടേക്ക്. സാറേ. அவ்வளவுதான், டைம் முடிஞ்சுச்சு போ. ഞാൻ ഇനി ഒരു കുഴപ്പവും കാണിക്കില്ല സാറേ.
സാറേ ഒരു പൊട്ടക്കേസാണ്. എന്താണ് അതിൻ്റെ അകത്ത്? ഹാൻഡ്. ആക്ഷൻ മോഡ് സവാ നമുക്കേ ബീബി ആവുതുപ്പാ. നിനക്ക് എത്ര പിള്ളേരുണ്ടാ? 2 പിള്ളേ. എന്ത് പ്രായേ? 16, 14. അവർക്ക് നീ കാലത്ത് എന്താണ് തിന്നാൻ കൊടുക്കുന്നത്? പുട്ട്, ഇഡലി. ഇഡലിയുടെ കൂടെ ചമ്മന്തി പൊടിക്ക് വരുന്ന ഇതാണോ കൊടുക്കുന്നത്? ഇല്ല. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് നീ കുറച്ച് എടുക്കാറുണ്ടോ? ഇല്ല. വൈകിട്ട് കഞ്ഞിയുടെ കൂടെ? ഇല്ല. അപ്പൊ നിനക്കറിയാം ഈ സാമാനം കഴിച്ചാൽ ക്യാൻസർ വരുമോ നിനക്കറിയാം അല്ലടാ? നാട്ടുകാരുടെ പൊട്ടാണെങ്കിൽ. പിള്ളേരെ എന്താണ് അതിന്റെ നാവിറങ്ങിപ്പോയോ? എടാ നിന്നോട് ചോദിച്ചേ. കത്തന അവർ ടെൻഷൻ അവർ കത്തുമ്പോ നമുക്കേ ബി പി അയ്യോ என்னாச்சு? யாரோ பெண்ணு பாலத்துல இருந்து குதிச்சிட்டாங்க. ஐயோ ஐயோ ஆமா போலீஸ் அவங்கள பூட்டலையா? அங்கதான் ஆள் இருக்காங்கல்ல. சரி சரி பிபி ஏத்தி இறக்குறாங்க. ஆக்ஷன் இது பிஜின் வைக்கிறது போல பிபி பிஜின் வச்சிருக்கலாம். ஆமா அவர் பிபி ஆகல நம்மளுக்கு தான் ஆகுது. அவர் ஆக்ஷன் போட்டு இருக்காரு. அவர் பிபி ஏத்தி அடிச்சு இறக்கிடுறாருப்பா. நம்மளால அடிக்க முடியாது. എന്താണ് സംഭവിച്ചത്? ആക്ച്വലി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ബൈക്കിൽ ഇതൊരു പാസ് ചെയ്യായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഒരു കൊച്ചിനെടുത്ത് വെള്ളത്തിലേക്ക് എറിയുന്നു. പുറകെ അവരും എടുത്ത് ചാടി. എൻ്റെ ഫ്രണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്ത് ചാടി. അവനെയും കൊണ്ട് അങ്ങോട്ട് നീന്തി പോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? സാർ ഞാൻ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് നേവിയിലാണ്. ഈസ് എ ഗുഡ് സ്വിമ്മർ. സാർ ദോ അവിടെ ഒരു ബോട്ട് കാണുന്നില്ലേ? അവർ ആ ഡയറക്ഷനിലോട്ടാണ് സ്വിം ചെയ്തത്. ഇതെന്താണ്? സാർ ഇതാ ലേഡിയുടെ ബാഗാണ്. നമ്പർ പിടിച്ചു. എൻ്റെ നമ്പർ എന്ന് പറഞ്ഞു 9895 284 084 084. കൺട്രോൾ 18 മൊബൈൽ. ആ ബോട്ട് എങ്ങോട്ടാണ് അടുപ്പിക്കുന്നതെന്ന് വല്ല ഇൻഫർമേഷൻ കിട്ടിയോ? എടാ വണ്ടി റോറോ ജെറ്റിലേക്ക് വിട്. സാറേ ഈ ബാഗ് ഒന്ന് ചെയ്താലോ? ആ നെയ്ക്കാരൻ തന്നതാ. രജിച്ചാങ്ങളോ? ഓ സൂസൈഡ് നോട്ടാണല്ലോ. ഒന്ന് വായിച്ചേ. സ്നേഹമുള്ള എല്ലാവർക്കും, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. എല്ലാവരോടും ഇഷ്ടമേ ഉള്ളൂ. എന്നെ വെറുക്കരുത്. കുഞ്ഞുമോളെയും കൊണ്ട് ഞാൻ പോകുന്നു. രാജീവ് ഏട്ടനോട് കുഞ്ഞേട്ടാ എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. കുഞ്ഞേട്ടൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക. അടുത്ത ജന്മം ഒരുമിച്ച് ജീവിക്കണം. എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പൊറുക്കണം. എന്നെ വെറുക്കരുത്. മീര രാജീവ് കുടുംബം ജീവിക്കുക. ഇത് എഴുതിക്കൊള്ളപ്പെട്ട ഒരു മാനസികാവസ്ഥ. വല്ല പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളുണ്ടാവുള്ളൂ. செத்ததுக்கு அப்புறம் வெறுக்காதுன்னு சொல்றதுக்கு எப்படி பாத்து? ஒருத்தரோட மென்டல் பவர். വണ്ടി കയറി. ഇത് എവിടുന്ന് വരുന്ന ആംബുലൻസ് ആണ്? റോറോ ജെട്ടിയിൽ വെള്ളത്തിൽ വീണ സ്ത്രീയാണ് സാറേ. ഇവരുടെ കൂടെ ഒരു കൊച്ചുണ്ടായിരുന്നു. കൊച്ചിനെ കിട്ടിയോ? കൊച്ചു മരിക്കുന്നത് തോന്നണം സാറേ. இதான் அந்த பொண்ணா? വണ്ടി വാ 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 വാ. ആ ഇങ്ങോട്ട് ചേർത്ത് ഒതുക്കി. വാ 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 ഫ്രണ്ടിലേക്ക് വാ. குழந்தைகளை குளிச்சான். സ്ത്രീയെ മാത്രം ആംബുലൻസ് കയറ്റി വിട്ടെന്നാണോ? ആ കൊച്ചിനെ ഇനി കിട്ടിയില്ലായിരിക്കും. ആ കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീക്കെതിരെ മർഡർ കേസാണ്. ஆமா ஐயோ ரொம்ப குட்டி பாப்பா. ആരും കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് എന്താണ്? കുട്ടി മരിച്ചുപോയി സാർ. അതാണ് ബോഡി എടുക്കാമായിരുന്നു. കുട്ടി മരിച്ചു നിങ്ങളെങ്ങനെ സ്ഥിരീകരിച്ചത്? ഡോക്ടറല്ലേ പറയേണ്ടത്? ஐயோ குழந்தை. அவனை பார்த்து வேடிக்கை பார்த்துட்டு டாக்டர்கிட்டே கூப்பிட்டு போயிருக்கலாம் அவருன்னு. அதான் எப்படிமா கூட்டிட்டு போகணும்? ஏன் சீக்கிரம் போல இவனே ஓடுறான். ஆக்சுவலாக அவர் சொன்னது கரெக்ட். குழந்தை இருந்துச்சுன்னா அவங்க மேலே கொலை கேஸ் போட்டுருவாங்க. ஓகே அவங்க தானே கொண்டாங்கன்னு சொல்லிட்டு எனக்கு ஐடியா இல்லை. அவர் சொன்னார். எனக்கும் தெரியாது. அவர் தான் சொன்னார். பின்னாடி இந்த கான்ஸ்டபிள் ஜோஜியோ சொன்னார். குட்டி கூண்டு பாப்பா இருக்கு. யாருப்பா அவங்க குடிக்கிறவங்க? அவங்களாச்சும் குதிச்சுட்டு போக வேண்டியது. இது குழந்தையும் சேர்த்து ஏன் கூட்டிட்டு പോരാ? എന്ത് പറ്റി? ഈ കൊച്ചിയുടെ ഒരു സ്ത്രീ ആത്മഹത്യ വേണ്ടി വെള്ളത്തിൽ ചാടിയത്. ചെറിയ ഹാർട്ട് ബീറ്റ് ഉണ്ട്. പെട്ടെന്ന് സെക്ഷൻ എടുക്കും. സിസ്റ്റർ ഡ്രസ് കട്ട് ചെയ്യും. വേഗം ഓക്സിജൻ വെക്കുക. നൈസ്. ജീവനുണ്ട്. ഓ രക്ഷപ്പെട്ട മതിയായിരുന്നു.
സോറി സർ, റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. അയ്യോ. മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തു. സാധാരണ വെള്ളത്തിൽ വീഴുന്ന കേസുകൾ ഒരു 10-15 മിനിറ്റ് ശ്വാസം ഇല്ലാതിരുന്നാൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇതൊരു പക്ഷേ ഒരു 10 മിനിറ്റ് മുൻപ് കൊണ്ടുവന്നിരുന്നെങ്കിൽ. இதெல்லாம் ரொம்ப கொடுமை தெரியுமா? നിങ്ങൾ പേടിക്കാതിരിക്കും, നമുക്ക് അന്വേഷിക്കാം. എന്താണ് സാറേ, അവരെ രക്ഷിക്കാൻ ചെടിയാൻ നേവിക്കാരനെ ഇപ്പൊ കാണുന്നില്ല. സാർ അവനെ ഇപ്പം കാണുന്നില്ല സാർ. അവനാണ് അവരെ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ സാർ? ഇത് തന്നെ ഇത്? ഹലോ സാർ, ഹോസ്പിറ്റലിലാണുള്ളത്. അമ്മ രക്ഷപ്പെട്ടു. അപ്പൊ കുഞ്ഞ് കുട്ടി മരിച്ചു. സായിജ് ഗ്രൂപ്പ് സാർ ഇപ്പോൾ അതല്ല പ്രശ്നം. ഈ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ചാടി ഒരു നേവ ഉദ്യോഗസ്ഥനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട്. അല്ലാതെ CASFന്റെ ബോട്ടിൽ കയറി നിങ്ങൾ അവിടെ അന്വേഷിക്കുക. നോക്കൂ സാർ, ഐ വിൽ കോൾ ഹിം ബാക്ക്. അത് നിങ്ങൾക്ക് അവൻ്റെ മൊബൈലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കൂടെ? സാർ അവന്റെ മൊബൈൽ എന്റെയിലാണ് സാർ. അവൻ ചാടാൻ നേരത്തെ എന്റെ തന്നായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇതിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറയണമെന്ന് ഒരു എനിക്ക് മിനിറ്റ്, പിടിയും കിട്ടുന്നില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇവര് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ? പേഷ്യന്റ് സെമി കോൺഷ്യസ് ആണ്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ഒരാളുടെ കൂടെ ചാടിയിരുന്നു. അയാളെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഹലോ ഹലോ, നിങ്ങളുടെ കുഞ്ഞ് സേഫാണ്. നിങ്ങളുടെ കുഞ്ഞിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ രക്ഷിച്ചാൽ ഇപ്പോൾ കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അറിയാമോ? നിങ്ങൾ ബോട്ടിൽ കയറ്റിയപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ കിട്ടുന്നുണ്ടോ? वो CSF ऑफिसर का नंबर बोलिए. അവർ പറയുന്നത് അവർ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ എൻ്റെ കൈ താന്നു പോകുന്ന പോലെ തോന്നിയതാണ്. എന്ത് പറഞ്ഞു സാർ? പേടിക്കണ്ട, അയാൾ ഏതെങ്കിലും ഒരു ബോട്ടിലോ എവിടെയെങ്കിലും അയാൾ കയറിയുണ്ടാവും. സാർ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് സാർ. നീ ഇൻഫോം ചെയ്താൽ മതി, ഞാൻ ചാടിക്കൊള്ളാം എന്ന് പറഞ്ഞ അവൻ ചാടിയത്. ഇല്ലെങ്കിൽ ഞാൻ ചാടിയനെ. കൊച്ചിൻ പോർട്രസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ സാർ? അവിടെ കോസ്റ്റ് ഗാർഡ് ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇത്രയും സമയമായില്ലേ. അതാണ് എനിക്ക്. அவர் நல்ல ஸ்விம்மர்னு சொன்னாங்க. அடிக்கிற வெள்ளத்துல என்னப்பா பண்ண முடியும் ஸ்விம்மரா இருந்தாலும்? ச்சே, ஒருத்தரோட போர் டெசிஷன் எப்படி எவ்வளோ பேர் இம்பாக்ட் பண்ணுதில்ல? ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മളോട് സംസാരിക്കാനായി ടൗൺ സബ് ഇൻസ്പെക്ടർ ബിജു പോലോസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേരുകയാണ്. സ്കൂൾ ജീവിതം എന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഒരു ഓർമ്മ പറയാം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ എന്തോ തൊല്ലവെടുത്തരം കാണിച്ചതിന് എൻ്റെ ക്ലാസ് ടീച്ചർ സിസിലിക്കുട്ടി ടീച്ചർ ചൂരിൽ വെച്ച് തുടക്കിയിട്ട് നല്ല അടി തന്നു. തൊടയിലടിയുടെ പാട് വീണു. ഞാനാകെ ടെൻഷനിലായി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം വീട്ടിൽ ചെന്ന് അമ്മയാണ് എന്നെ കുളിപ്പിക്കുന്നത്. അപ്പോൾ തൊടയിൽ തല്ലിൻ്റെ പാട് കാണും. ടീച്ചർ തല്ലിയതാണെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കുമല്ലോ. വീട്ടിൽ നിന്നും കിട്ടും ചീത്തയും തല്ലും. ഞാൻ പനിയാണെന്ന് പറഞ്ഞ് അന്ന് കുളിച്ചില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോഴും പാട് പോയിട്ടില്ല. അന്ന് ഞാൻ കുളിച്ചില്ല. പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസം അമ്മ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ക്ലാസ്സിൽ എല്ലാവർക്കും തല്ല് കിട്ടി, എനിക്കാണ് ഏറ്റവും കുറവ് തല്ല് കിട്ടിയത്. ഇനി അഥവാ എന്നെ തല്ലിയെന്ന് പറഞ്ഞാലും സിസിലിക്കുട്ടി ടീച്ചറുടെ അടുത്ത് എൻ്റെ അച്ഛനമ്മയും പോയി ചോദിക്കില്ലായിരുന്നു എന്തിനാണ് എൻ്റെ മകനെ തല്ലിയത്. ഇന്നും ടീച്ചറെ കാണുമ്പോൾ അമ്മ പറയും, ടീച്ചറിനെയൊക്കെ അനുഗ്രഹം കൊണ്ട് അവന് നല്ലതേ വന്നിട്ടുള്ളൂ. ഇന്ന് കാലം മാറി. വിദ്യാർത്ഥികളെ അധ്യാപകർ തല്ലുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കംപ്ലയിൻറ്റ്സ് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നുണ്ട്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, അധ്യാപകരുടെ ശിക്ഷണത്തിന് സ്നേഹത്തിൻ്റെ ഒരു രക്ഷാ കവചമുണ്ട്. നാട്ടുകാരും പോലീസുകാരും നൽകുന്ന ശിക്ഷയ്ക്ക് ഈ സ്നേഹത്തിൻ്റെ കവചം ഉണ്ടാവില്ല. പണ്ടൊക്കെ സ്കൂളിൽ ബെഞ്ച് കയറ്റി നിർത്തുമ്പോൾ, കൂട്ടുകാർ കളിയാക്കുമ്പോൾ നമുക്ക് സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു കരുത്തും ഒരു റെസിസ്റ്റൻസും ഒക്കെ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുമായിരുന്നു. ഞാനിതിവിടെ പറയാൻ കാരണം, ഞാൻ ഇന്നലെയും കൂടി ഒരു ആത്മഹത്യ കണ്ടു. ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായി വെണ്ടുരുത്തി പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി. കുഞ്ഞു മരിച്ചു. അവരെ രക്ഷിക്കാൻ ചാടിയ മിടുക്കനായ ഒരു നെയ്വുദ്യോഗസ്ഥനെ കാണാതായി. പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തില്ലാതാവുമ്പോഴാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ധൈര്യവും പറന്ന് ലോകം കീഴടക്കാനുള്ള കരുത്തും നിങ്ങൾക്ക് സ്കൂൾ ജീവിതത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അധ്യാപകരുടെ അനുഗ്രഹത്തോടെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. செம்ம மோட்டிவேஷன் இல்லை? ബിവറേജിനും മാറിയൊന്നും വെള്ളം അടിക്കില്ല. ബിവറേജിനും മാറിയൊന്നും വെള്ളം അടിക്കില്ല. വീട്ടിലടിക്കോ? വീട്ടിൽ നിന്ന് അടിക്കാവോ? വീട്ടിലടിക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് അടിക്കില്ല. ആ 3 കൂടി ഒരുമിച്ചാണ് ചെല്ലേ. ബിവറേജിനും വീട്ടിലും ബിവറേജിനും വീട്ടിലും. അതാണ് സാറേ, ഓട്ടോക്കാരൻ കുമാർ വന്നിട്ടുണ്ട്. ஓ, லவ் 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 மறுபடியுமா? லவ். സാറേ, വൃത്തിയോട്ടനോട് കഴിഞ്ഞ തവണ പറഞ്ഞതാണ് എന്റെ പുറകെ നടക്കരുത്, എന്നെ ശല്യം ചെയ്യരുതെന്ന്. എന്നിട്ട് ഇയാൾ ഇന്ന് കാണിച്ചതെന്ന് അറിയാമോ? ഞാൻ ബസ്സിൽ പോകുമ്പോൾ സിനിമ സ്റ്റൈലിൽ വന്ന് ബസ് തടഞ്ഞു നിർത്തി എന്റെ കൈ പിടിച്ച് വലിച്ചിറക്കിയേക്കണം എന്നെ.
ഞാനിനി ശല്യപ്പെടുത്താൻ വരൂലെന്ന് പറയാൻ ചെന്നതാണ് സാറേ. സാറേ കള്ളമാണ് സാറേ ഇയാള്. ഞാൻ ബസ്സിലിരിക്കുമ്പോണ്ടല്ലോ വെളിയിൽ താഴെ നിന്നോണ്ടെങ്കിൽ ദേ ഇങ്ങനെ ഫ്ലൈങ് കിസാ നീക്കണം. എടാ നിന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് ഇവിടെ പിന്നാലെ നടക്കുക, ഇവിടെ ശല്യപ്പെടുത്തിയത്. ഞാൻ ഫ്ലൈങ് കിസ് കൊടുത്തതല്ല സാറേ, നീ എന്ത് പണിയാടി കാണിച്ചതെന്ന് ചോദിച്ചതാ. ഇങ്ങനെയാണോ ചോദിക്കണത്? അത് തന്നെയല്ലേ സാറേ ഇപ്പൊ ഇയാള് പറയണത് എന്തെന്നറിയാമോ? അപ്പൊ നമ്മ തമ്മിലാണ് ഇടപാടുന്നത്. ഒന്നും ചെയ്യും സത്യം. എടാ നീ സത്യം പാലിക്കുന്നതാണെങ്കിൽ വേണ്ടില്ല. എന്റെ തല പൊട്ടി തെറിച്ച് പോട്ടെ. കുറെ നേരം കൊണ രണ്ടെണ്ണം എന്റെ സ്റ്റേഷൻ നിർത്തിട്ട് പോക്കണം. എല്ലാം കളമശ്ശേരിക്കോ പനങ്ങാട്ടോ എങ്ങോട്ടെങ്കിലും എന്റെ കൺമുമ്പിൽ എന്നെ കണ്ടുപോരുത്. കൊല്ലം നടത്തിരിക്കണം. അപ്പോഴാണ് അവന്റെ കൊള്ള സത്യം. വിട്ടോ രണ്ടേ വിട്ടോ. സൂക്ഷിച്ച് നടക്കണോ ദൈവമേ, എന്തോ ഒരു കുഴപ്പമില്ല. ஓ சாய்ஜி குரூப் இருக்காரு. ഈ ഗവൺമെന്റിന്റെ അഴിമതി ഭരണത്തിനെതിരെയുള്ള നമ്മുടെ മാർച്ചും ധർണയും പരിപൂർണ വിജയമാണ്. പോലീസിനെ കൊണ്ട് ഞങ്ങൾ അടിച്ചമർത്താമെന്നാരും വ്യാമോഹിക്കണ്ട. നിയമം ഞങ്ങൾ പാലിക്കും. ഹലോ ഹലോ, നാളെ ഉച്ചയ്ക്ക് ഞാൻ കൊച്ചിയിൽ വരുന്നുണ്ട്. അവിടെ ഉണ്ടാകുമോ? ഹലോ, ഒന്നും കേൾക്കുന്നില്ല. ഹലോ, ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്നും കേൾക്കുന്നില്ല. ഹലോ, ഞാൻ വിളിക്കാം. ആ ശരി. പണ്ടൊരു നാളിൽ കേരള മണ്ണിൽ സമരം നിങ്ങൾ ചെയ്തിട്ടില്ലേ? മാറ്റി പാൻഡാക്കാൻ പറയൂ പോലീസേ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. വീര കെ.സി. ജോണി പുറത്തു പോകും. കോഴമന്ത്രി കെ.സി. ജോണി രാജിവെക്കു പുറത്തു പോകും. എടോ പ്രശ്നല്ലേ ഇത്? കൂപ്പലൊന്നുമില്ലല്ലേ? രാവിലെ വന്നാണ് സാറേ. മുമ്പിൽ നിന്നെല്ലാം വിട്ടൊക്കെ വിഷം വെച്ചില്ലേ സാറേ? ഇതൊരു അഭ്യാസമല്ലോ സാറേ. ബണ്ണ് വേണം. സാറേ സീമിന്റെ പാസിംഗ് ഉണ്ട്, റൂട്ടുകൾ എറിയാൻ പോണം. എടാ അരൂരോട്ട് ഞാനാണ് പൈലറ്റ്. കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോഴത്തേക്ക് CM-ന്റെ ലൊക്കേഷൻ അറിയിപ്പാടെന്നാ പറഞ്ഞു. ഇതിപ്പോ കഴിയും. ഞാൻ ഇത് കഴിയുമ്പോൾ പോകും. ഓക്കെ മറന്നു തരോ? ക്ലിയർ ആണ്. CM-ന്റെ ലൊക്കേഷൻ മാടവിനെ പാസ് ചെയ്ത ഉടൻ ഞാൻ പറയാം. അപ്പോൾ നിർബൻ ഫോർട്ട് കൊച്ചി എന്നുള്ള വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യണം. ശരി സാർ. സുബേർ തേവര ഫെറി എന്നുള്ള വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യാം സാർ. എടുത്താണ് കഥ. നീ പോലും കേട്ടോ. ഇതാരത്? ഓവറോ? എത്ര ഓവറായി? ഇപ്പൊ ആരാ വാച്ച് ചെയ്യുന്നേ? ശ്രീശാന്തിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? കൺട്രോൾ കോബ്ര. കോബ്രയോ? എടാ കോബ്ര അല്ല, കിങ് കോബ്ര. ഇപ്പൊ നടന്നിരിക്കുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ എവിടെ നിന്ന് വന്നിരിക്കുന്നതാണെന്നുള്ളത് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ഇമ്മീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരിക്കണം. അവിടെ എന്തു വിഷയമുണ്ടേലും ഞാൻ മൈ കൺട്രോൾ. സർ P18 ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 4Cs അച്ചടിശാലകളിൽ നീ നിരശ്വരുടെ അത് പോട്ടെ. വേശികൾ അതറിയണമെങ്കിൽ സെൻസ് വേണം. സെൻസർ ബോർഡ് വേണം. VVIP ഡ്യൂട്ടി കഴിഞ്ഞാൽ ടൗൺ SI എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി വരാൻ ഒരു 10 മിനിറ്റ് താമസം എടുക്കും. എല്ലാരും പോയി ചാവിടിച്ചിട്ട് You are a squad drinking coffee tea, but also I come back over. Thank you for watching part 2. நம்ம அடுத்த பாட்டுல சந்திப்போம். Bye.